വിദ്വേഷ പ്രസംഗങ്ങൾക്കും വർഗീയ വിഷം ചീറ്റുന്നതിനും ബി ജെ പിക്ക് യാതൊരു ഉളുപ്പും തന്നെയില്ല. ബി ജെ പിയുടെ ഇത്തരം നടപടികൾ പലപ്പോഴും അതിര് വിടാറുമുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രസംഗമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി മന്ത്രിയുടെ വായിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കേരളം മിനി പാകിസ്ഥാനാണെന്നും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും അവിടെ നിന്ന് ജയിച്ചതെന്നും എല്ലാ തീവ്രവാദികളും അവർക്ക് വോട്ട് ചെയ്തുവെന്നുമാണ് മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൂനെയിൽ നടന്ന ഒരു ചടങ്ങിലാണ് ബി ജെ പി നേതാവും ഫിഷറീസ് തുറമുഖ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി കേരളത്തെ അടച്ചാക്ഷേപിച്ചിരിക്കുന്നത്. താൻ പറഞ്ഞതാണ് സത്യമെന്നും തീവ്രവാദികളെ ഒപ്പം കൂട്ടിയാണ് രാഹുലും പ്രിയങ്കയും എം പിമാരായതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാജ്യത്തിനെ ഒന്നടങ്കം കുട്ടിച്ചോറാക്കാനാണ് ബി ജെ പി ഇത്തരം വർഗീയ വിഷം ചീറ്റിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുകയാണ്. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് ആക്ഷേപിച്ച മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രി നിതീഷ് റാണയുടെ പ്രസ്താവന അത്യന്തം പ്രകോപനപരവും അപലപനീയവുമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. സംഘപരിവാറിന് കേരളത്തോടുള്ള അടിസ്ഥാന സമീപനമാണ് മഹാരാഷ്ട്ര മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വെളിവാക്കപ്പെടുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. തങ്ങൾക്ക് സ്വാധീനം ഉറപ്പിക്കാൻ പ്രയാസമുള്ള സംസ്ഥാനത്തെ അപകീർത്തപ്പെടുത്തിയും അവിടെ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയും ഒറ്റപ്പെടുത്താമെന്നാണ് സംഘപരിവാർ കരുതിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പിൻപറ്റിയാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് തന്നെ. കേരളത്തിൽ തൃശ്ശൂറുകാർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് സുരേഷ് ഗോപി. ആ ഒരൊറ്റ തെറ്റിന്റെ ബലത്തിൽ സംഘപരിവാർ കാണിച്ചു കൂട്ടുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ ജനം മറുപടി നൽകുക തന്നെ ചെയ്യും. വിദ്വേഷ പ്രസ്താവന നടത്തി മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ ഒട്ടും അർഹനല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണഘടനയെ അവഹേളിക്കും വിധം ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിയുടെ നടപടിയോട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം പ്രതികരിക്കാത്തത് ആശ്ചര്യകരമാണ് എന്ന് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ബി ജെ പി പ്രതികരിക്കാത്തതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. കാരണം രാജ്യവിരുദ്ധ പ്രസ്താവനകൾക്ക് ഇറക്കുന്ന കാര്യത്തിൽ ബി ജെ പി എന്നും മുൻപന്തിയിൽ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചും കേരളത്തെ എങ്ങനെയൊക്കെ താറടിക്കാൻ സാധിക്കുമോ അതിന്റെ പരമാവധി ബി ജെ പി ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. വയനാട് ദുരന്തത്തെ പോലും യഥാർത്ഥത്തിൽ ആഘോഷമാക്കുകയായിരുന്നു ബി ജെ പി. നരേന്ദ്രമോദി ഉല്ലാസ യാത്രയ്ക്ക് എത്തിയതുപോലെ തന്നെ വന്ന് കാഴ്ചകളും ശവശരീരങ്ങളും ഒക്കെ കണ്ട് മടങ്ങുകയായിരുന്നു. അത് ചെയ്തു എന്നതല്ലാതെ എന്തു കുന്തമാണ് യഥാർത്ഥത്തിൽ വയനാട് ജനതയ്ക്കായി മോദി സർക്കാർ ചെയ്തിട്ടുള്ളത്? എന്തൊക്കെ തന്നെയാണെങ്കിലും വയനാട് ജനതയെ അടച്ചാക്ഷേപിച്ച നിതീഷ് റാണയ്ക്ക് മന്ത്രിസഭയിൽ തുടരാനോ ഒരു പദവിയിൽ ഇരിക്കാനോ ഉള്ള യോഗ്യതയില്ല. ഇയാൾക്കെതിരെ ബി ജെ പി എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.